ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാക്ഷിക്ക് ഓഫീസിൽ നിന്ന് മാഡം വിളിക്കുകയാണേ. ആ സമയത്ത് എന്തായി മീനു, ആ പേപ്പർ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മാഡം അത് കിട്ടും ഉടനെ തന്നെ കിട്ടും എന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട് ആ ഫയൽ വെച്ചിട്ട് ഒരു റിപ്പോർട്ടും കൂടെ സെക്രട്ടറിക്ക് തയ്യാറാക്കണേ. അത് തയ്യാറാക്കി നാളെ ഈ ഓഫീസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മറ്റന്നാളാണ് നിയമസഭയിൽ സമർപ്പിക്കേണ്ടതെന്നൊക്കെ പറയുകയാണേ. ആ ശരി മാഡം, ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം എന്ന് പറയുകയാണേ. അതിനെ ആകെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും മീനാക്ഷി ഇരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഈ സമയത്ത് മിത്ര വരികയാണ്. മിത്ര എന്നിട്ട് ചോദിക്കുന്നത്, ആ മീനുച്ചി നേരത്തെ വന്നെന്നു ചോദിക്കും. നേരത്തെ വരേണ്ടി വന്നു മോളെ, അതെന്താ നേരത്തെ വരേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മീനാക്ഷി പറയും, ഞാനൊരു ഫയലിൻ്റെ കാര്യം മോളോട് പറഞ്ഞില്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ്, പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണേ. അപ്പം മിത്ര അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളെ ദേവി വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. ദേവി ഇങ്ങനെ അമ്മനോട് സംസാരിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, മീനാക്ഷിയുടെ ജോലി പോയാൽ നിനക്കെന്താണ്, നിനക്കതൊരു ഗുണമല്ലേ, ശമ്പളക്കാരിയാണെന്നുള്ളൊരു ജാട അവൾക്ക് ആദ്യമേ ഉണ്ട്, അപ്പം പിന്നെ ആ ജോലി പോട്ടെ. ആഹാ, മീനാക്ഷിയുടെ ജോലി പോയാലേ ഞാനും ആ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോൾ വിദ്യ ചോദിക്കുന്നുണ്ട്, മീനാക്ഷിയുടെ ജോലി പോകുന്നതിന് ചേച്ചി എന്തിനാ വീട്ടിൽ നിന്ന് പോകുന്നത് ചേച്ചി? അപ്പോൾ ദേവി പറയും, അതെ എൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യം ആകെ അവതാളത്തിലാവും, MA ഇംഗ്ലീഷുകാരി എന്നൊക്കെയാണല്ലോ അവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, MA ഇംഗ്ലീഷുകാരി എന്ന് മാത്രമല്ല വേറെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കല്യാണം നടക്കണമെന്നുണ്ടെങ്കിലേ പല കാര്യങ്ങളും നുണകളൊക്കെ പറയേണ്ടി വരും. ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തോരം നുണകളാണ് പറയുന്നത് എന്നൊക്കെ പറയും. പിന്നെ ഈ സംഭവിച്ചത് എന്താണെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അതെ ആ ഒരു പേപ്പർ ഇരിക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോൾ വിദ്യ ചോദിക്കുകയാണ്, ചേച്ചി അത് കളഞ്ഞു? ആ അതെ, ഞാനത് കളഞ്ഞു, എനിക്കറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് കണ്ടപ്പോൾ തന്നെ എനിക്കത് വായിക്കാൻ പറ്റിയില്ല, അപ്പോഴാണ് കളഞ്ഞത്. ഇനിയിപ്പോൾ ഞാനാണെന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മാത്രമല്ല ബാലച്ചനും കൂടെ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ബാലച്ചൻ എങ്ങാനും വിളിച്ചു പറഞ്ഞാലോ, അങ്ങനെ ഒരു പേടിയുണ്ട് എന്നൊക്കെ പറയും. അപ്പം അമ്മ പറയുന്നുണ്ട്, നീയേ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്, ഇത് അത്ര വലിയ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, നീ ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഞാനാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടുന്നത് എന്നൊക്കെ പറയും. നീ ആ മീനാക്ഷിയുടെ കാര്യം വിട്, അവളെ ജോലി പോകാതിരിക്കുക, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, നീ നിൻ്റെ ഭർത്താവിനെ നോക്കിയാൽ മതി, നിൻ്റെ ഭർത്താവിനെ പിടിയിൽ നിർത്തണം. ആനന്ദേട്ടൻ ഇഷ്ടമൊക്കെയാ അത്രയും പോരാ, കടുത്ത ഇഷ്ടം വേണം, എങ്കിലോ നീ പറയുന്നിടത്ത് ആനന്ദ് നിൽക്കുള്ളൂ. ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നാൽ നിസ്സാരമായിട്ട് നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറയുകയാണേ. എന്തായാലും ഇനിയിപ്പോൾ നീ ആണെന്ന് അറിഞ്ഞാൽ തന്നെ അതിന് പ്രശ്നത്തിൻ്റെ പരിഹാരം അമ്മ കണ്ടെത്താൻ മോളെ, അതിനെക്കുറിച്ച് ആലോചിച്ച് നീയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആണോ എന്ന് ചോദിക്കാൻ, നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. അതല്ലേ, എന്നാൽ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അത് ഈ രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഓരോരോ കാര്യങ്ങൾ നടത്തി തരാമെന്ന് പറഞ്ഞിട്ടല്ല അവർ പോകുന്നത്. എന്നിട്ട് ആ സമയത്ത് അവരൊക്കെ അത് നടത്തി തരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രി ഒരു പേപ്പറല്ലേ, അതൊക്കെ നിസ്സാരമായിട്ട് ശരിയാക്കാം, ഞാൻ ഇതിൽ പായസം ഉണ്ടാക്കി തരാം, നീ അത് അവർക്ക് കൊണ്ടു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആര്യൻ്റെ ബൈക്ക് കൊടുത്ത കൂട്ടുകാരൻ ആര്യനെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ജീവിതമൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു, ലോഡിങ്ങും കുറച്ച് ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത്ര ഹാപ്പിയാണ്? ഹാപ്പിയാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണേ. അതെ, ഞാൻ എന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാണ്. അതെ, നീ ഈ ബൈക്ക് തന്നുകൊണ്ടാണ് എനിക്ക് ഈ ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നത് കേട്ടോ എന്ന് ആര്യം പറയാം. അതേക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ വണ്ടി കേടായി, അച്ഛനാണെങ്കിൽ എനിക്കൊരു സ്വൈര്യം തരുന്നില്ല, ഈ വണ്ടി ചോദിച്ചിട്ട് ഈ വണ്ടി തിരിച്ച് മേടിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയാം. അയ്യോ, ഈ വണ്ടി ഇപ്പം ഞാൻ നിനക്ക് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും, ലോഡിങ് മാത്രമായി പോകും. അപ്പോൾ ഒരു കാര്യം എനിക്കൊരു 15 ദിവസത്തെ സമയം തരും, അതിനുള്ളിൽ ഞാൻ വേറൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ, ശരി ഞാനൊരു മാസം സമയം തരാം, അതിനുള്ളിൽ ഒപ്പിച്ചാൽ മതി, ശരി. അങ്ങനെ അതൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിന് ശേഷം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അതെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടിയൊന്നും ഇല്ലേ, കുട്ടി ഒന്നും വേണ്ടേ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണേ. അത് പിന്നെ മൂത്തേട്ടന്മാർ രണ്ടാളും നിൽക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ, അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ ആ കൂട്ടുകാരോട് പറയുകയാണേ. അപ്പോഴേക്കും ആര്യന് ഫോൺ വരികയാണ് കേട്ടോ. അപ്പോൾ അതേ ഡെലിവറിക്ക് ഓർഡർ വന്നിട്ടുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പോകുകയാണേ. പിന്നീട് മിത്രയാണെന്നുണ്ടെങ്കിൽ ഗോമതിയോട് പറയുന്നുണ്ട്, മീനു ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറയാം അപ്പച്ചി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, മീനു ചേച്ചി എന്തെങ്കിലും അപകടം ചെയ്യുന്നൊന്നുമല്ല, പക്ഷേ എങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല, മീനു ചേച്ചി അത്രയും തകർന്നിരിക്കുകയാണ്. അത് കേട്ടോടൊരു ഗോമതി ആകെ ടെൻഷൻ അടിക്കും, മോളെ മീനു എന്ന് വിളിക്കുകയാണേ. അയ്യോ അമ്മേ, ഞാനിങ്ങനെ പറഞ്ഞു വിചാരിച്ച് ഉറക്കനെ വിളിച്ചു പോവല്ലേ എന്നൊക്കെ പറയട്ടോ. മീനുവിനൊന്നും സംഭവിക്കാനേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പം മീനു ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ
പുറത്തേക്ക് വരുമ്പോൾ അയ്യോ മീനു നീ എങ്ങോട്ട് പോ, ഇതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ജീവിതമാണ് ഒന്നേ ഉള്ളൂ, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വേറെ വരും പോകും, മുഖ്യമന്ത്രി ഒപ്പിട്ടതായാലും പ്രധാനമന്ത്രി ഒപ്പിട്ടതായാലും ഫയലല്ലേ, ഒരു പേപ്പർ പ്രശ്നമല്ലേ, അതുപോലെയല്ല ജീവിതം ഒന്നേ ഉള്ളൂ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ മീനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഈ ഒരു ഫയലിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് അപ്പച്ചി പറയുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഫയൽ പോയാലും അത്ര വലിയ പ്രശ്നം ഉണ്ടാവും, എന്തായിരിക്കും ഓഫീസിലെ അടുത്ത നടപടി എന്നൊക്കെ മിത്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയില്ല മിത്രേ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേവി പായസമൊക്കെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ആ ഫയലിൻ്റെ കാര്യം വെച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? അതെ എന്ന് പറയാണ്. ഞാനൊരു പ്രശ്നപരിഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കവർ പൊക്കി കാണിക്കുന്നത് പായസം എന്ന് പറയണ്ട. അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഈ പായസം കുടിച്ചാൽ എല്ലാ ടെൻഷനും മാറും. അപ്പോൾ മീനു പറയും ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? അതെ ഒരു പേപ്പറും കഷ്ണമല്ലേ പോയത്, ഒരു പേപ്പറും കഷ്ണത്തിന് പകരം ഒരു കെട്ട് പേപ്പർ നമുക്ക് മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട് ദേവിയടുത്തേക്ക് ഈ ഫയലിൻ്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെന്ത് സീരിയസ്നെസ് ആയാലും നമുക്ക് ഈ പായസം കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ പായസം അവിടെ വെച്ചോ, എനിക്കിപ്പോൾ വേണ്ടാന്ന് മീനാക്ഷി പറയും. ശരി, അതെ ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗോമതി പറയും ആ പേപ്പറെങ്ങാനും മനഃപൂർവ്വം ഒരാളെടുത്ത് കളഞ്ഞതാണെങ്കിൽ അവർ പ്രാവാൻ നിൽക്കുകയാണ്, ശപിക്കുകയാണ്. അയ്യോ ഓടി വന്നിട്ട് ദേവി പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അമ്മേ എത്രാമത്തെ തവണയാണ് ആ പേപ്പർ എടുത്ത ആളെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശാപമൊക്കെ ചിലപ്പോൾ മീനുവിൻ്റെ തലയിൽ വന്ന് വീഴും, അമ്മേ ഞാൻ അങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ ആകെ വിഷമിക്കുകയാണ്. എന്നിട്ട് ദേവി വന്ന് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മീനാക്ഷിനെ. ഇതൊന്നും വലിയ പ്രശ്നമില്ല, നാളെ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഒരു പ്രശ്നമില്ലാണ്ടായിരിക്കും ഇങ്ങോട്ട് വരാം, ഉറപ്പാണ് ദേവിയെടുത്തി, എനിക്ക് നിങ്ങളൊക്കെ പറയുമ്പോൾ ആശ്വാസം ഉണ്ട് എന്ന് പറയട്ടോ. ആണല്ലേ, എന്നാലേ ഈ പായസം കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ, പായസം കൊടുക്കാൻ കേട്ടോ. ദേവിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ദൈവമേ ഒരു അബദ്ധം വരുത്തല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി ബാലനാണെന്നുണ്ടെങ്കിൽ ഒരു കവറിൽ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ആകാശം കൂടെ ഉണ്ട്. മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അച്ഛൻ മോൾക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ആ കവർ കൊടുക്കണം, എന്താ വെച്ചാൽ സ്വീറ്റ്സാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ്. അപ്പോൾ ആകാശ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കുമ്പോൾ അച്ഛൻ മീനാക്ഷിക്ക് വേണ്ടി വാങ്ങിച്ചാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറയും. അതിന് ശേഷം ഒരു പേനയും കൂടി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴേ ഇത് ഉപയോഗിക്കാമെന്ന് പറയും. അച്ഛൻ എന്താ ഒരു മാറ്റം, ഒരു പ്രത്യേക സ്നേഹമൊക്കെ, ഇതൊന്നും പ്രത്യേകതയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്വീറ്റ്സ് ബാലൻ തന്നെ വീണ്ടും എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ കഴിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഫയലിൻ്റെ കാര്യം എന്തായി മോളെ, അതെങ്ങാനും കിട്ടിയോ എന്ന് ചോദിക്കണം. ഇല്ല അച്ഛാ അത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെ. അപ്പോൾ ബാലനാകെ ടെൻഷനാവും. അതൊക്കെ പോട്ടെ, മോൾ എന്തായാലും സ്വീറ്റ്സ് കഴിക്കും, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അച്ഛൻ പ്രത്യേകം പറഞ്ഞ് മേടിപ്പിച്ചതാ, മോൾ അത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് മനസ്സോടെ മീനും ഒരു ലഡു എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും ആ ഫയലിൻ്റെ കാര്യം ആലോചിച്ച് മോൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. മോളുടെ നിന്ന് കളഞ്ഞു പോയാണെന്ന് പറയാമെന്ന് പറയണേ. അന്നേരം മീനു പറഞ്ഞു അച്ഛൻ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ആ ഫയൽ കളഞ്ഞു പോയെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.